മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമിലെ കുട്ടിക്ക് എന്നാണ്. തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ CPM-ൻ്റെ അവസാന തന്ത്രം എന്ന് പറയുന്നത് വർഗീയത. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കും, അയാളെ മതം എന്താണ്, അയാളെ പേരെന്താണ്, പിന്നെ അതുപയോഗിച്ചിട്ടൊരു വർഗീയ കാർഡ് അങ്ങോട്ട് ഉണ്ടാക്കും. അങ്ങനെയാണ് വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് വന്നത്. അതുപോലെ തന്നെ മുൻപ് അഴീക്കോട്ട് സിറാത്തിൻ്റെ പാലം വന്നതും അങ്ങനെ തന്നെയാണ്. അതേപോലെ ഇപ്പോൾ പേരാമ്പ്രയിൽ കൗമിലെ പെൺകുട്ടി ഫാത്തിമ ദഹ്ലിയക്കെതിരെ കൗമിലെ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു വർഗീയ കാർഡ് ഇറക്കിയാണ്ട് അങ്ങനെ ഒരു വർഗീയ പ്രചരണം അനൗൺസ്മെൻറ്റ് ജീപ്പിൽ നടത്തിയിട്ട് അവസാനം അത് അവർക്ക് അറിയൂല എന്ന് പറഞ്ഞു. പക്ഷെ അറിയൂല എന്ന് പറഞ്ഞെടുത്ത് ഇവർക്ക് തെറ്റി. ഇതിനൊക്കെ ഇപ്പം ഡിജിറ്റൽ തെളിവുകളില്ലേ? ആ തെറ്റിയത് കൊണ്ട് തന്നെ ഇവർ പിടിക്കപ്പെടാണ്. കാഫിർ സ്ക്രീൻഷോട്ടിൽ ഇവർ അവസാനം പിടിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനം ചെന്നെത്തിയിട്ടുള്ളത് CPM-ൻ്റെ DYFI നേതാവിൻ്റെ തലയിലേക്കാണ്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടില്ല. പോയി കഴിഞ്ഞാൽ അതിലും ഉയർന്ന നേതാവിൻ്റെ തലയിൽ എത്തുന്നുള്ളതുകൊണ്ട് തൽക്കാലം ആ കേസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള പദ്ധതികൾ നോക്കുന്നുണ്ട്. അതങ്ങനൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയൂല. വർഗീയത പ്രചരിപ്പിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് നിർത്തിപ്പോവാമെന്ന് CPM വിചാരിക്കുകയും വേണ്ട. ഏതായാലും പേരാമ്പ്രയിൽ ഫാത്തിമ ദഹ്ലിയക്കെതിരെ ആ ഒരു പ്രചരണം ഉണ്ടല്ലോ, കൗമിലെ പെൺകുട്ടി, അത് തെളിവ് സഹിതം പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ CPM. ഇതൊന്ന് നിങ്ങൾ കണ്ടു നോക്കി. ഇന്നലെ പേരാമ്പ്ര ആവളയിൽ ഈ പ്രചരണ ജീപ്പിൽ നിന്നാണ് വളരെ മോശകരമായ രീതിയിൽ കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായ രീതിയിൽ പഴയ CH കണാരന്റെ വടകര തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ നമ്മുടെ കൗമിലുള്ളവന് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിക്കുന്ന രീതിയിൽ പ്രചരണം നടത്തിയത്. പ്രചരണത്തിന്റെ കാസറ്റ് റെക്കോർഡ് ചെയ്തത് നടുവണ്ണൂരിലെ നിസരി സ്റ്റുഡിയോ. ശബ്ദം രാമചന്ദ്രൻ മാസ്റ്ററുടേത്. പെർമിഷൻ എടുത്തത് CPIM-ന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ്. അതിനെ ന്യായീകരിക്കാൻ, അതിനെ തള്ളി പറയാൻ സജീഷ് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചേർന്ന് നിൽക്കാം. അതിനെ ന്യായീകരിക്കാനും സ്ലിപ്പ് ചെയ്തു പോകാനുമാണെങ്കിൽ നിങ്ങളിട്ട വർഗീയ വിഷം അത് ഈ പേരാമ്പ്രയിൽ ആളിക്കത്തിക്കഴിഞ്ഞാൽ ഉത്തരവാദി നിങ്ങളായിരിക്കും. കാഫിർ സ്ക്രീൻഷോട്ടിൽ അവസാനം എത്തിച്ചേർന്നത് ഒരു അധ്യാപകനിലാണ്, DYFI നേതാവായ അധ്യാപകനിലാണ്. എവിടേക്ക് പോയി ആ കേസ്? അപ്പൊ CPM എങ്ങനെയാണ് വർഗീയ കാർഡ് ഇറക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിനു മുൻപേ നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ ഏപ്രിൽ 9-ാം തീയതി വരെ പല കാർഡുകളും CPM ഇറക്കിക്കൊണ്ടേ നിൽക്കും. അതുകൊണ്ട് UDF-ൻ്റെ നേതാക്കളും പ്രവർത്തകരൊക്കെ ജാഗ്രത പാലിച്ചുകൊണ്ടേയിരിക്കണം. ജനങ്ങളും ഇതെല്ലാം ഇറങ്ങുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കണം, ഇവരിറക്കുന്ന കാർഡുകളാണ് ഇതൊക്കെ, വർഗീയ കാർഡുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.